ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റിയുടെ പ്രോബ്ലംസ്, ഇന്നലെ എഴുതിയ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു തന്ന പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം എഴുതിയെടുക്കുക. കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആനുവിറ്റി ഡ്യൂ ഓഫ് ₹2000 per annum for 14 years at an interest of 9% per annum. It is simple problem ആണ്. ആനുവിറ്റി ഡ്യൂ എത്രയാണ്? 2000 ആണ്. 14 വർഷത്തേക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. ഇത് നമ്മൾ നോട്ട് എഴുതിയതിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഹിയർ A is equal to 2000. I is equal to R/100, that is 9/100, that is 0.09. N is equal to 14. We have to find the present value V. V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫോർമുല എഴുതാം. V is equal to A/I 1 minus 1 plus R raised to minus 14. അതായത് തന്നിട്ടുള്ള വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 15,566.67 ആൻസർ കിട്ടും. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആനുവിറ്റി ₹1200 payable at the end of each 6 months for 3 years when the interest is earned at 8% per annum compounded semi-annually. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സെമി ആനുവലി ആണ്. എ എന്ന് പറയുന്നത് 1200 ആണ്. പേയബിൾ എപ്പോഴാണ്? പേയബിൾ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് 6 months ഫോർ 3 years. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. A is equal to 1200, R is equal to 8/2, കാരണം സെമി ആനുവലി ആണ്. അപ്പം നമുക്ക് 4% കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ I കണ്ടുപിടിക്കുന്നത്. I is equal to R/100, that is 4/100 is equal to 0.04. കാരണം എന്താ? സെമി ആനുവലി ആയതുകൊണ്ട്. ഇനി നമുക്ക് N എന്ന് പറയുന്നത് 6 months ഫോർ 3 years ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 3 into 6, 3 into 2 is equal to 6, the number of half year in 3 years. അപ്പോൾ we have to find V. നമുക്ക് ഇനി V കണ്ടുപിടിക്കാം. നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെൻസ് ദ പ്രസൻറ്റ് വാല്യൂസ് 6,279 ആയി മാറും എമൗണ്ട്. എളുപ്പമല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സെമി ആനുവലി ആയതുകൊണ്ട് 8/2 ഇട്ടിട്ട് 4% ആക്കി. അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തത്, ഐയിലേക്ക് കൺവേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ 6 months ഫോർ 3 years ഉള്ളത് കൊണ്ട് തന്നെ 3 വർഷത്തിലെ ഓരോ വർഷത്തിൽ 2 പ്രാവശ്യം വെച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? 6 ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പെർപ്പിറ്റ്യൂറ്റി. പെർപ്പിറ്റ്വൽ ആനുവിറ്റി ഓർ പെർപ്പിറ്റ്യൂറ്റി എന്നാണ് ഇതിനെ പറയുക. ഒന്നുകിൽ പെർപ്പച്വൽ ആനുവിറ്റി അല്ലെങ്കിൽ പെർപ്പിറ്റ്യൂറ്റി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർ എൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ്, എത്ര വർഷത്തേക്ക് എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഇല്ലേ. നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിൽ ആവാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത്ര നാളത്തേക്കെന്ന് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. അതിനെയാണ് പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അർത്ഥം സ്ഥായിയായ. നമ്മളിപ്പോൾ എന്താ പറയുക, ചെറിയ ക്ലാസ്സിലല്ല +2 പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെ കാര്യം കമ്പനിയുടെ ഇൻകോർപ്പറേഷനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ പെർപ്പച്വൽ എൻറ്റിറ്റി എന്ന് പറയും. സ്ഥായിയായ നിലനിൽപ്പ് എന്നൊക്കെ പറയും. അപ്പം അതിനെയാണ് പെർപ്പച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ആനുവിറ്റി വിച്ച് കണ്ടിന്യൂ ഫോർ എവർ, ദാറ്റ് ഈസ് ഫോർ എൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പീരീഡ് ഈസ് കോൾഡ് പെർപ്പച്വൽ ആനുവിറ്റി. ഇനി അതിലെ വേറൊരു ചെറിയൊരു കാര്യം പഠിക്കുന്നത് ഡെഫേർഡ് പെർപ്പച്യൂറ്റി ആണ്. ആൻ ആനുവിറ്റി വിച്ച് ബിഗിൻസ് ഓൺലി എ സ്പെസിഫിക് സർട്ടൻ പീരീഡ് ദെൻ കണ്ടിന്യൂ ഫോർ എവർ ഈസ് കോൾഡ് എ ഡെഫേർഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയിട്ട് അപ്പം തന്നെ നമ്മൾ ഇതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങില്ല. ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക, അല്ലെങ്കിൽ ഇത്ര നാൾ കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അവസാനിക്കുന്നത് എപ്പോഴും ആയിക്കോട്ടെ,
ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് ഈ ആനുവിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞിട്ടാണ്. പിന്നെ അവിടുന്ന് ഇൻഫിനിറ്റി പീരീഡ്. അതിനെയാണ് നമ്മൾ പറയുക ഡെഫേർഡ് പെർപിറ്റ്യൂറ്റി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നോട്ട് ഞാൻ അതിലിടാം. 2 ഫോർമുലാസ് ഉണ്ട്, അത് രണ്ടും നിങ്ങൾ എഴുതിയെടുക്കുക. അതായത് പെർപ്പച്വൽ ആനുവിറ്റിയുടെയും ഡെഫേർഡ് പെർപിറ്റ്യൂറ്റിയുടെയും 2 ഫോർമുലാസ് ആണ്. അത് നോട്ടിലിടാം, അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഫോർമുല 1, ദ പ്രസന്റ് വാല്യൂ ഓഫ് പെർപിറ്റ്യൂറ്റി ഓഫ് റുപ്പീസ് എ അറ്റ് എ റേറ്റ് ഓഫ് R% per period is given by V is equal to A by I where I is equal to R/100. അതുപോലെ തന്നെ നമുക്ക് ഡെഫേർഡ് പെർപിറ്റ്യൂറ്റിയുടെ ഫോർമുലയുണ്ട്. V is equal to A by I 1 plus I raised to 1 plus I minus P എന്ന് പറയുന്ന വാല്യൂ. ഇത് രണ്ടും നമ്മൾ സ്ലൈഡിൽ ഇടുന്നുണ്ട്, നോട്ടിൽ ഇടുന്നുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ, താങ്ക് യു.